ദയ റൂമിൽ ചെന്ന് കയറിയതും തുമ്പിമോളെ അവിടെ ബെഡിലേക്ക് ഇരുത്തിയിട്ട് ബെഡിലേക്ക് അവളും ഇരുന്നു. കണ്ണേട്ടനെ കണ്ടപ്പോൾ ഒരു തരം മരവിപ്പായിരുന്നു. ഇപ്പൊ ആ മനുഷ്യൻ എന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ പോലും ഇല്ല. എന്റെ ഹൃദയം നിറയെ അപ്പുവേട്ടനാണ്. പക്ഷെ അയാളെ കാണുമ്പോൾ എന്തോ പഴയതൊക്കെ ഓർമ്മ വരുന്നു. ആളുടെ അവസ്ഥ കണ്ട് വേദന തോന്നിയിട്ടുണ്ട്. വേഗം സുഖമാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷെ തന്റെ മുന്നിൽ പഴയതുപോലെ വന്നു നിന്ന് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചാലോ? അത് ഓർക്കും തോറും ദയക്ക് ആകെ പേടി തോന്നി. എന്റെ മഹാദേവ, ഇനി എന്തിന്റെ പേരിലാണെങ്കിലും എന്നെ അപ്പുവേട്ടനെയും പിരിക്കല്ലേ. അപ്പുവേട്ടൻ ഒന്ന് വന്നിരുന്നെങ്കിൽ. അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. അച്ഛൻ നേരെ പോയത് അവളുടെ റൂമിലേക്ക് തന്നെയാണ്. ദയയുടെ അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ അവൾക്ക് തന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പോകും. അവളെ നേരത്ത് തനിയെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് അച്ചുവിന് തോന്നി. ആരും അവളെ ശല്യം ചെയ്യാതെ വേഗം അവളുടെ റൂമിലേക്ക് പോയി. അവളുടെ മനസ്സിലും പല പല ചിന്തകളായിരുന്നു. അപ്പുവിന്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നപ്പോഴാണ് കണ്ണൻ വാസുദേവന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേക്കുന്നത്. അപ്പുമോൻ വന്നു. അയാൾ ചിരിയോടെ കണ്ണനോട് പറഞ്ഞു. കാറിന്റെ ശബ്ദം കേട്ട് കൃഷ്ണൻ നായരും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. അപ്പോ കാറിന്റെ ഡോർ തുറന്നിറങ്ങിയതും സിറ്റൗട്ടിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ ഒന്നും നോക്കാതെ ഓടി അവന്റെ അടുത്തേക്ക് വന്നു. കണ്ണാ, അവൻ സന്തോഷത്തോടെ അവനെ വിളിച്ചു. ആ വിളി കാത്തതുപോലെ കണ്ണൻ ഓടി വന്ന് അപ്പുവിന്റെ നെഞ്ചോട് ചേർന്നു. അവനും തന്റെ അനുജനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒത്തിരി നേരമായോ വന്നിട്ട്? അവനെ തന്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അപ്പു ചോദിച്ചു. ആ, കുറച്ചു നേരമായി. കണ്ണൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ദത്തൻ നമ്പൂതിരിയെ വിളിച്ചു. അച്ഛനും മാമയും പുറപ്പെട്ടെന്നാ പറഞ്ഞ്. നിന്റെ കാര്യമൊന്നും പറഞ്ഞതുമില്ല. അപ്പു കണ്ണനെ മതി വരാതെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളാ പറയേണ്ടെന്ന്. ഇവിടെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാമെന്ന് കൃഷ്ണൻ നായർ പറഞ്ഞപ്പോൾ അപ്പു അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അയ്യോ, മാഹി ഈ വിവരം അറിഞ്ഞില്ലല്ലോ, ഞാനൊന്ന് വിളിക്കട്ടെ. അതും പറഞ്ഞ് അപ്പു ഫോണും ചെവിയോട് ചേർത്തുകൊണ്ട് അകത്തേക്ക് കയറി. മഹിയെ വിളിച്ച് പറയുകയായിരിക്കും. കൃഷ്ണൻ നായർ കണ്ണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനും കണ്ണ ഒന്ന് ചിരിച്ചു. അപ്പു നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ദയ തുമ്പിമോളെ കുളിപ്പിച്ചൊരുക്കി ബെഡിലിരുത്തിയിട്ട് അവളും കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പു തുമ്പിമോളുടെ അടുത്തേക്ക് വന്ന് അവളെ കയ്യിലെടുത്തോണ്ട് കൊഞ്ചിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ ബാത്റൂമിന്റെ നേർക്ക് നീളുന്നുണ്ട്. നിന്റെ അമ്മ ഇത് എന്തൊരു കുളിയാടി കുളിക്കുന്നേ? അപ്പു തുമ്പിമോളുടെ കവളെ ഒരു ഉമ്മ കൊടുത്തോണ്ട് ചോദിച്ചു. അതിന് തുമ്പിപ്പെണ്ണ് അവനെ നോക്കി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. ദയ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും കണ്ടത് തുമ്പിപ്പെണ്ണിന്റെ അടുത്തിരിക്കുന്ന അപ്പുവിനെയാണ്. അവന്റെ കണ്ണുകളും അവളിൽ തന്നെ. ദയ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കലങ്ങിച്ചു വന്ന കണ്ണുകൾ കണ്ടതും അപ്പു പൊടുന്നനെ അവളുടെ അടുത്തേക്ക് വന്നു. നീ കരഞ്ഞോ പെണ്ണെ? അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നോട് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറയാതെ ദയ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനും എന്താ കാര്യമെന്നറിയാതെ അവളെ ചേർത്ത് പിടിച്ചു. എന്താ എന്റെ പെണ്ണിന്റെ സങ്കടം? അവളെ ഒന്ന് ചേർത്ത് പിടിച്ചോണ്ട് ബെഡിലേക്ക് ഇരുന്നോണ്ട് അപ്പു ചോദിച്ചു. ദയെ നെഞ്ചി ചേർത്ത് പിടിച്ചേക്കുന്നത് കണ്ടോണ്ട് തുമ്പിപ്പെണ്ണും അപ്പുവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. നീ കണ്ടോ പെണ്ണെ, നിന്നെപ്പോലെ തന്നെ നമ്മുടെ മോൾക്കും കുശുമ്പില്ലാതില്ല. തുമ്പിപ്പെണ്ണിനെ മറുകൈ കൊണ്ട് ചേർത്ത് പിടിച്ചോണ്ട് അപ്പു പറഞ്ഞു. എന്നിട്ടും മിണ്ടാതിരിക്കുന്ന ദയെ ഒട്ടൊരു സംശയത്തോടെ നോക്കി അപ്പു. എന്തിനാടാ കരയുന്നേ? അവളുടെ കണ്ണുനീർ അപ്പുവിന്റെ ഷർട്ടിനെ നനച്ചപ്പോൾ അപ്പുവിന് കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. ദേ, എന്നെ സങ്കടപ്പെടുത്തത് കാര്യം പറ ദേ. അപ്പു തുമ്പിമോളെ ബെഡിലേക്ക് ഇരുത്തിട്ട് ദയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്റെ അപ്പൂട്ടന്റെ മാത്രം ആവണം. തീർത്തും പതിഞ്ഞ ശബ്ദത്തിൽ ദയ പറഞ്ഞു. നീ എന്റെ മാത്രം ആണല്ലോ. ആദ്യം ഒന്ന് അന്തിച്ചെങ്കിലും അപ്പു പൊടുന്നനെ പറഞ്ഞു. അങ്ങനെയല്ല, എനിക്ക് എല്ലാ അർത്ഥത്തിലും അപ്പൂട്ടന്റെ സ്വന്തം ആകണം. എന്താ നീ പറഞ്ഞേ? അപ്പു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, ഓരോ ഓർമ്മകളും എന്നെ വേട്ടയാടാതെ എനിക്ക് എന്റെ മനസ്സിലും ശരീരത്തിലും എല്ലാം എന്റെ അപ്പൂട്ടൻ നിറഞ്ഞു നിൽക്കണം. എനിക്ക് മറക്കാൻ പറ്റാത്ത വേദനകളൊക്കെ എന്റെ അപ്പൂട്ടന്റെ പ്രണയത്തിന്റെ വിയർപ്പ് കൊണ്ട് മായ്ച്ചു കളയണം. പക്ഷെ ഇവിടെ വെച്ച് ഒരിക്കലും അപ്പൂട്ടനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ എനിക്ക് പറ്റില്ല. നമുക്ക് കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാം അപ്പൂട്ട. എല്ലാ അർത്ഥത്തിലും എന്റെ അപ്പൂട്ടന്റെ സ്വന്തമായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് ദയ പറഞ്ഞു. കണ്ണനെ കണ്ടതുകൊണ്ടാണോടാ? അവളെ ഒന്നോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു. തന്റെ മനസ്സ് തന്നേക്കാൾ നന്നായി അറിയുന്ന ആളോട് എങ്ങനെ കള്ളം പറയും? എനിക്കറിയില്ല അപ്പൂട്ട, എനിക്ക് ആകെ എന്തോ ഒരസ്വസ്ഥത പോലെ. എനിക്കിവിടെ പറ്റില്ല അപ്പൂട്ട. ദയ കരഞ്ഞോണ്ട് തന്നെ അവനോട് പറഞ്ഞു. നമുക്ക് പോവാൻ പെണ്ണെ. ആദ്യം ആരുവിന്റെയും മഹിയുടെയും കാര്യം ഒന്ന് തീരുമാനമാകട്ടെ. ഇപ്പൊ താഴേക്ക് ചെല്ലും. അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ദയയുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് അപ്പു ഫ്രഷ് ആവാൻ കയറി. ദയ തുമ്പിമോളെയും കൊണ്ട് താഴേക്കും പോയി. വൈകിട്ടത്തെ ചായ കുടിക്കുമ്പോഴും രാത്രിയെ ഫുഡ് കഴിക്കുമ്പോഴും ദയ ബാക്കി എല്ലാവരോടും സംസാരിച്ചു. കണ്ണൻ എന്ന ഒരാൾ അവിടെ ഉള്ളതായി പോലും ദയ ഭാവിച്ചില്ല. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ പോയി മറഞ്ഞു. ദയയുടെയും അപ്പുവിന്റെ ബന്ധം ദൃഢമായി. ആരോ മഹിയും പരസ്പരം പ്രണയിച്ചു നടന്നു. അച്ചു ക്ലാസ് കഴിഞ്ഞതും ലക്ഷ്മി അമ്മയ്ക്കൊപ്പം കൃഷിയും പാചക പരീക്ഷണവും ഒക്കെയായി മുന്നോട്ട് പോയി. അപ്പോഴും കണ്ണന്റെ മുന്നിൽ ചെന്ന് പെടാതെ പ്രത്യേകം അച്ചു ശ്രദ്ധിച്ചു. എങ്ങാനോ അവന്റെ മുന്നിൽപ്പെട്ട നൈസായിട്ട് അച്ചു വലിയും. അതിനിടയ്ക്ക് ഒരു ദിവസം ആദ്യം വന്നു നന്ദനത്തിലേക്ക് കണ്ണനോട് സംസാരിക്കാൻ.
കണ്ണനും ആദ്യം രാവിലെ മുതൽ കൈലാസത്തെ ചുറ്റിപ്പറ്റി നിന്നാണ് അവര് സംസാരിച്ചത് മൊത്തം. വൈകിട്ട് പോവാൻ നേരം അപ്പുവിനോടും മഹിയോടും തന്നെ ഇനി കോണ്ടാക്ട് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. പിന്നെ കണ്ണനോട് ഒന്നും ചോദിച്ച് ശല്യം ചെയ്യരുതെന്നും. ഇതിനിടയിൽ ആരുവിനെ കാണാൻ മഹിയും അമ്മയും കൂടെ വന്നുപോയി. അടുത്ത് തന്നെ ഡേറ്റ് കൊടുത്താണ് അവര് പിരിഞ്ഞത്. ലക്ഷ്മിയമ്മയ്ക്ക് അച്ചുവിന്റെ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. അതിടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ നായരോട് പറയുകയും ചെയ്യും. ഒരു ദിവസം ലക്ഷ്മിയമ്മ കൃഷ്ണൻ നായരോട് തന്റെ കാര്യം പറയുന്ന അച്ചു കേൾക്കുകയും ചെയ്തു. എന്റെ ലക്ഷ്മിക്കുട്ടിയെ, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. എനിക്ക് കുറച്ചുനാൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തിൽ കഴിയണം. പിന്നെ പയ്യെ ഏതെങ്കിലും കോന്തനെ കണ്ടുപിടിച്ച് എന്നെ കെട്ടിച്ചാൽ മതിയെന്നേ. അതുകൊണ്ട് എന്റെ കാര്യം പറഞ്ഞ് കൃഷ്ണച്ചനെ വിഷമിപ്പിക്കരുത്. ലക്ഷ്മിയുടെ കവളെ ഒരു ഉമ്മ കൊടുത്തോണ്ട് അച്ചു പറഞ്ഞു. നമ്മുടെ ആരുവിന്റെ എൻഗേജ്മെന്റ് അടിച്ചു പൊളിക്കുന്ന കാര്യം ആലോചിക്കേ. അതും പറഞ്ഞു പോകുന്നവളെ ലക്ഷ്മിയമ്മ നോക്കി നിന്നു. എന്താടോ ഭാര്യ, താൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? മോളുടെ കല്യാണം ഉറച്ചപ്പോ തനിക്കാണോ സ്വപ്നം കാണാൻ? കൃഷ്ണൻ നായരെ ലക്ഷ്മിയമ്മയെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. ഓ, ഞാൻ സ്വപ്നം കണ്ടതൊന്നും അല്ല, അച്ചുമോളെ കുറിച്ച് ചിന്തിച്ചതാ. ലക്ഷ്മിയമ്മ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഓ, നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവൾക്ക് നല്ലൊരു ബന്ധം തന്നെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. അതോർത്ത് വിഷമിക്കണ്ട. ഓ, അവൾക്കും ഇപ്പൊ വേണ്ടെന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ കഴിയണമെന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും കോന്തനെ നോക്കിയാൽ മതിയെന്ന്. അച്ചുമോള് പറയുന്നത് പോലെ അവളുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ തിരിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയതും അതിനിപ്പോ താൻ കല്യാണക്കാര്യം പറഞ്ഞു എന്ന പോലെ ലക്ഷ്മിയമ്മ പോയ വഴിയെ നോക്കി കൃഷ്ണൻ നായർ അവിടെ നിന്നു. ഇന്നാണ് ആരുവിന് നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. എന്റെ പൊന്നാരോ, ഇന്ന് നിന്റെ കല്യാണം അല്ല ഇങ്ങനെ ഒരുങ്ങാൻ, ഡ്രസ്സ് എടുക്കാൻ പോവാനാ. കണ്ണാടിയുടെ മുന്നിൽ നിന്നും മേക്കപ്പ് ചെയ്യുന്ന ആരുവിനെ നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. നിനക്ക് അസൂയടി ഞാൻ ഇച്ചിരി ഒരുങ്ങി നടക്കുന്നത്. ആ ബെസ്റ്റ്, അസൂയപ്പെടാൻ പറ്റിയ മുതല്. നീ വരുന്നെങ്കി വാ, ഞാൻ താഴോട്ട് പോവാ. താഴെ ചെന്നിട്ട് ലക്ഷ്മിയമ്മയെ പറഞ്ഞുവിടാം, അതാ നല്ലത്. അയ്യോ എന്റെ പൊന്നച്ചു, ചതിക്കല്ലേ, താണ്ടെ കഴിഞ്ഞു, ഞാനും വരുവാ. അതും പറഞ്ഞ ആരു കുറച്ചുകൂടെ പൗഡർ വാരി മുഖത്ത് പൊത്തി. ഓ, ഇവളുടെ ഒരു കാര്യം. അതും പറഞ്ഞ് അച്ചു വേഗം താഴേക്ക് നടന്നു. നീ ഞാനും. അതും പറഞ്ഞ് ആരു അച്ചുവിന്റെ പിറകെ ഓടി. കണ്ണന്റെ റൂമിൽ നിന്നും ആരും അച്ചുവും മാറിയില്ല. കാരണം കണ്ണൻ മുകളിലുണ്ട്. ദയക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ ആരു കണ്ണനോട് പറഞ്ഞതാണ്. അതിനവൻ സമ്മതിക്കുകയും ചെയ്തു. ആ, അവിടെ എന്തെടുക്കുമായിരുന്നു ആരു ഇത്രയും നേരം? അവരവിടെ വന്നു നിന്ന് മുഷിയും. ലക്ഷ്മിയമ്മ ആരുവിനെ അച്ചുവിനെ നോക്കി പേടിപ്പിച്ചോണ്ട് ചോദിച്ചു. ഞാനല്ല, ഇവളാ ഒരുങ്ങാൻ താമസിച്ചേ. അച്ചു ആരുവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനല്ല, ഇവളാ അമ്മേ. ആരു നിഷ്കു ചമഞ്ഞു പറഞ്ഞു. ഞാനോ? അച്ചു കണ്ണും മിഴിച്ചു നോക്കി ആരുവിനെ. ആരു അച്ചുവിനെ നോക്കി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. അല്ലമ്മേ, അമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ ഒരുങ്ങി ഇറങ്ങിയോ? ആരു ലക്ഷ്മിയമ്മയെ നോക്കിക്കൊണ്ട് കളിയായി ചോദിച്ചു. ആ, എന്റെ കൊച്ചു രാവിലെ എന്റെ കൂടെ അടുക്കളയെ സഹായിച്ചിട്ട് ഇപ്പൊ തുമ്പിമോളെ ഒരുക്കാൻ പോയതേ ഉള്ളൂ. അവൾ ഇപ്പൊ ഒരുങ്ങി വരികയും ചെയ്യും. നീ അവളെ കുറ്റം പറയുന്ന നേരത്ത് സ്വയം നന്നാവാൻ നോക്ക്. എന്റെ കൊച്ചിനെ കുറ്റം പറയാൻ വന്നേക്കുന്നു. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. കിട്ടിയോ? അച്ചു ആരുവിന്റെ അടുത്തേക്ക് നേങ്ങി നിന്നോണ്ട് ചോദിച്ചു. ഇല്ല, ചോദിച്ചു വാങ്ങി. വാ, നമുക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിൽക്കാം. അതും പറഞ്ഞ് ആരു സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ആ, എല്ലാവരും റെഡിയായോ? അല്ല, ദേ എന്തിയെ? അപ്പോ അച്ചുവും ആരും വരുന്നത് കണ്ടോണ്ട് കൂട്ടത്തിൽ ദയെ കാണാതെ വന്നപ്പോ അവരോട് ചോദിച്ചു. ആ, ഏട്ടന്റെ പുന്നാര ഭാര്യ ഒരുങ്ങി കഴിഞ്ഞില്ല, വേഗം പോയി വിളിച്ചോണ്ട് വാ. ചെല്ലി ചെല്ലി. ആരും അപ്പുവിന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്കിച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട്, അല്ല അടി ഞാൻ തരും. ആരുവിന്റെ തലയിൽ ഒരു കിഴുക്ക് കൊടുത്തോണ്ട് പറഞ്ഞിട്ട് അപ്പു അകത്തേക്ക് കയറി. അപ്പു റൂമിന്റെ വാതിക്ക് ചെന്ന് നിന്ന് അകത്തേക്ക് നോക്കി. അപ്പോ കണ്ടു അമ്മയും മോളും കൂടി തകൃതിയായി ഒരുങ്ങുന്നത്. ഇന്നെങ്ങനെ ഒരുങ്ങി ഇറങ്ങുവോ രണ്ടും? അപ്പു അകത്തേക്ക് കയറി ചെന്നോണ്ട് ചോദിച്ചു. തുമ്പിപ്പെണ്ണിന്റെ മുടി കെട്ടിക്കൊണ്ടിരുന്ന ദേ തലയൊന്ന് ചരിച്ച് അവനെ നോക്കി. ഞങ്ങളുടെ ഒരുക്കം കഴിഞ്ഞു അല്ലേ തുമ്പിപ്പെണ്ണെ? തുമ്പിപ്പെണ്ണിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തോണ്ട് ദേ ചോദിച്ചു. കഴിഞ്ഞു. തുമ്പിപ്പെണ്ണൻ തലകുലുക്കി സമ്മതിച്ചു. എന്നാ വാ അമ്മയും മോള്. രണ്ടുപേരെ ഒന്ന് നോക്കിയിട്ട് അപ്പു പറഞ്ഞു. ദേ തുമ്പിപ്പെണ്ണിനെ എടുക്കാൻ നിന്നതും അപ്പു എടുത്തോളാ എന്ന് പറഞ്ഞു. അപ്പു തുമ്പിമോളെ എടുത്തിരുന്നു. അപ്പു മോളെയും കൊണ്ട് ഇറങ്ങിയതും ദയോ അവർക്ക് പിറകെ ചെന്നു. എന്തോ പറഞ്ഞ് ചിരിച്ചു വരുന്നവര് മുറ്റത്ത് നിന്നവരുടെ കണ്ണുകൾ ഉടക്കി. അവര് മൂന്നും ഇറങ്ങി വരുന്ന നിറഞ്ഞ ചിരിയോടെ എല്ലാവരും നോക്കി നിന്നു. കണ്ണന്റെ കണ്ണുകൾ ദയയുടെ മുഖത്തായിരുന്നു. അവളുടെ പുഞ്ചിരിയിലായിരുന്നു. തന്നോട് എപ്പോഴും പേടിയായിരുന്നു അവൾക്ക്. അവളുടെ കുറുമ്പും കുസൃതിയും ഒന്നും അവൾ തന്നോട് കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഏട്ടന്റെ മുന്നിൽ അവൾ കുറുമ്പിയാണ്, സന്തോഷവതിയാണ്. എന്നും അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, സമാധാനത്തോടെ കഴിയട്ടെ. ആ നിമിഷമൊന്നും ദയയുടെ കണ്ണുകൾ കണ്ണനിൽ ചെന്നിരുന്നില്ല. അവര് 2 കാറിലാണ് ഷോപ്പിലേക്ക് പോയത്. ദയോ അപ്പും തുമ്പിമോളും ആരും അച്ചും ഒരു കാറിലും വാസുദേവനും കൃഷ്ണൻ നായരും ലക്ഷ്മിയമ്മയും കണ്ണനും ഒരു കാറിലുമാണ് പുറപ്പെട്ടത്. ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ കാർ വന്ന് നിന്നതും എല്ലാവരും ഇറങ്ങി. ടെക്സ്റ്റൈൽസിന്റെ എൻട്രിയിൽ തന്നെ മഹി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും നോക്കി അവൻ മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. ആരുവിനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിക്കാനും അവൻ മറന്നില്ല. അപ്പവും കണ്ണനും കാർ പാർക്ക് ചെയ്തു വന്നിട്ട് മഹിയുടെ അടുത്തേക്ക് നടന്നു. അവരുടെ പിറകിലെ ബാക്കിയുള്ളവരും ടെക്സ്റ്റൈൽസിനകത്തേക്ക് കയറി.
ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കയറിയതും ആദ്യം തന്നെ ആരുവിനുള്ള ഡ്രസ്സാണ് എടുക്കാൻ പോയത്. വീട്ടിൽ നിന്ന് ധാവണി മതിയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആരുവിന് ധാവണി തന്നെയാണ് എടുത്തത്. ആരുവിന് ധാവണി ആയതുകൊണ്ട് അച്ചുവും ദയും ധാവണി തന്നെയാണ് എടുത്തത്. ആരുവിന് യെല്ലോയും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ധാവണിയും അച്ചുവിന് പിങ്കും വൈറ്റും കൂടെ ചേർന്ന ധാവണി, ദയക്ക് മെറൂൺ കളർ ധാവണിയുമാണ് എടുത്തത്. പിന്നെ അമ്മമാർക്കും എടുത്തു കഴിഞ്ഞിട്ട് നേരെ ആണുങ്ങൾക്ക് എടുക്കാൻ പോയി. മഹിക്ക് യെല്ലോയും ഗ്രീനും കലർന്ന ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു എടുത്തത്. അതുപോലെ തന്നെ അപ്പം മെറൂൺ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് എടുത്തത്. കണ്ണൻ ഗ്രീൻ കളർ ഷർട്ടും അതേ കളർ മുണ്ടും എടുത്തു. അച്ഛന്മാർക്ക് അവരുടെ ഇഷ്ടത്തിന് തന്നെ എടുത്തതോടെ നേരെ തുമ്പിമോൾക്ക് എടുക്കാൻ പോയി. തുമ്പിക്കുഞ്ഞിനും മെറൂൺ കളർ ലാച്ചിയും എടുത്തു. ഡ്രസ് എടുപ്പ് കഴിഞ്ഞ് നേരെ എല്ലാവരും ഗോൾഡ് എടുക്കാൻ കയറി. ആരുവിന് കല്യാണത്തിന് വേണ്ട സ്വർണം കൂടെ ആ കൂട്ടത്തിൽ എടുക്കാമെന്ന് അപ്പു പറഞ്ഞതും കൃഷ്ണൻ നായർ അത് സമ്മതിച്ചു. അവൾക്ക് ആവശ്യമായ സ്വർണം രണ്ടുപേരുടെയും പേര് കൊത്തിയ മോതിരവും വാങ്ങി. ആരുവിനുള്ള മോതിരവും മഹിയുടെ പേര് കൊത്തിയ താലി മഹി തന്നെയാണ് വാങ്ങിയത്. അപ്പുദേയ്ക്ക് ഒരു നെക്ലേസും അതിന് മാച്ച് ചെയ്യുന്ന കമ്മലും വാങ്ങി. കൃഷ്ണൻ നായരും വാസുദേവനും അച്ചുവിന് വേണ്ടി ആരുവിന് എടുത്തതുപോലെ തന്നെ വാങ്ങി, അതും അവൾ അറിയാതെ. എല്ലാവരും പർച്ചേസൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്. ഓഹ്, സത്യത്തെ ക്ഷീണിച്ചു അല്ലേ അച്ചു? ആരു വന്നയുടെ ബെഡിലേക്ക് വീണോണ്ട് പറഞ്ഞു. എന്റെ ആരു, നീ ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടക്കാൻ നോക്ക്. ഓഹ് വയ്യടി, ബിരിയാണി തിന്നതുകൊണ്ട് ആകെ ക്ഷീണം. നീ വാ, നമുക്ക് കുറച്ചു നേരം കിടക്കാം. ആരു ബെഡിലേക്ക് കൈകൊണ്ട് തട്ടിക്കൊണ്ട് അച്ചുവിനെ വിളിച്ചു. ഒന്ന് പോടി, മനുഷ്യ ഇവിടെ ചൂടെടുത്തിട്ട് വയ്യ, അപ്പോഴാ കിടക്കാൻ പറയുന്നത്. ഞാൻ ഒന്ന് മേല് കഴുകിയിട്ട് വരാം. അതും പറഞ്ഞ് അച്ചു ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഓ, ഒരു വൃത്തിക്കാരി, ആരും അച്ചുവിനെ പുച്ഛിച്ചോണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് മഹിയുടെ കോൾ വന്നിരുന്നു. ആരും ഒരു കള്ളച്ചിരിയോടെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ക്ഷീണിച്ച് കിടക്കുവാണോ പെണ്ണെ? കോൾ എടുത്തതും ഒരു ഹലോ പോലും പറയാതെ മഹി ആരുവിനോട് ചോദിച്ചു. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? ആര് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അവിടെ ഒന്നും ഇല്ല പെണ്ണേ, നീ ഇങ്ങനെ ചുറ്റും നോക്കണ്ട. മഹി ഒന്ന് ഊറിച്ചിരിച്ചോണ്ട് പറഞ്ഞു. സത്യം പറ മനുഷ്യ, നിങ്ങൾ എന്റെ റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ? ആരോ ഒന്നുകൂടെ ചുറ്റും കണ്ണോടിച്ചോണ്ട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് മഹി ഒന്ന് ഞെട്ടി. എന്തുവാടി നീ പറയുന്നേ? മഹി ഒന്ന് ഒച്ചയിട്ടോണ്ട് ചോദിച്ചു. അല്ല പിന്നെ, എന്റെ ഓരോ ചലനവും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു? മഹി അവളുടെ വർത്തമാനം കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തിനാ കിണിക്കുന്നേ? ആ ഒരു പരിഭവത്തോടെ അവനോട് ചോദിച്ചു. പിന്നെ ചിരിക്കാതെ, നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? നീ വന്ന പടി തന്നെ ബെഡിലേക്ക് വീണ് കാണും. നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ അടുത്ത് വന്ന് എന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും നിനക്ക്. അയ്യടാ, എങ്ങ് വാ പിടയ്ക്കാൻ. താടിമെടുക്കുള്ള 2 ആങ്ങളമാരുണ്ട് എനിക്ക് ചോദിക്കാൻ. ആര് വീറോടെ പറഞ്ഞു. പിന്നെ നിന്റെ അപ്പോയിട്ടനെ എന്നോട് പറഞ്ഞു നിന്നെ ഒന്ന് നേരാക്കി എടുക്കണേന്ന്. ദാ ഇന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. മഹി അടക്കി പിടിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞു. അത് കേട്ടതും ആരുവിന്റെ മുഖം പരിഭവത്തോടെ കൂർത്തു. അവളുടെ കൂർത്ത മുഖം അവന്റെ കണ്ണിൽ തെളിഞ്ഞു വന്നതും കണ്ണുകൾ അടച്ചു പിടിച്ച് ചിരിച്ചു. എന്നെ കളിയാക്കുക അല്ലേ? ഞാൻ ഇനി മിണ്ടില്ല, നോക്കിക്കോ. അത്രയും പറഞ്ഞിട്ട് ആര് ഫോൺ കട്ട് ചെയ്തു. ആര് ഫോൺ വെച്ചതും മഹി ഒന്ന് ചിരിച്ചു. എത്ര നേരത്തേക്കാണ് പെണ്ണെ ഈ പിണക്കം? കൂടിപ്പോയ 1/2 മണിക്കൂർ. മഹി ഫോണിലേക്ക് നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു. എന്താടി, മഹിയേട്ടനുമായിട്ട് പിണങ്ങിയോ? മേല് കഴുകിയിട്ട് വന്ന അച്ചു ആരുവിനോട് ചോദിച്ചു. ആ, പിണങ്ങി. നിനക്കറിയോ അച്ചു, ആ മഹിയേട്ടൻ എന്താ എന്നെ പറഞ്ഞതെന്ന്? അയ്യോ, എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തമ്മിൽ തീർത്താ മതി, അതിൽ എന്നെ പിടിച്ചിടേണ്ട. ആര് പറയാൻ വന്നത്? അച്ചു കൈയെടുത്ത് തൊഴുതുകൊണ്ട് പറഞ്ഞു. പോയി, നിന്നോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്റെ ചങ്ങിന്റെ അടുത്ത് പറയാം, നീ നോക്കിക്കോ. അതും പറഞ്ഞ് ആര് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. വേഗം ചെല്ലും. അവിടെ ചെല്ലുമ്പോ നീ ഞെട്ടാതിരുന്നാൽ ഭാഗ്യം. ആര് പോയ വഴിയെ നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞിട്ട് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അച്ചു ദയുടെ റൂമിന് മുന്നിലെത്തിയപ്പോൾ ആരുവിനെ അവിടെയൊക്കെ നോക്കി. കാണാതെ വന്നതും അച്ചു താഴേക്ക് ഇറങ്ങി. താഴെ എത്തിയത് ഹാളിലേക്ക് പോകാൻ നിന്ന അച്ചുവിനെ വായുവിൽ ഉയർന്നു പൊങ്ങി. അച്ചു പേടിച്ച് ചുറ്റും നോക്കിയതും അവൾ ബെഡിലേക്ക് വീണിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു അച്ചുവിന് ബോധം വരാൻ. ബോധം വന്നതും അച്ചുവും ചുറ്റും നോക്കി. അപ്പോഴേക്കും കണ്ണൻ ഡോർ ലോക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അച്ചു അന്താളിപ്പോടെ കണ്ണന് നോക്കി. എന്താ നോക്കുന്നേ? ഉണ്ണിയാർച്ച പേടിച്ചു പോയി. ഞാൻ വയ്യാതെ കിടന്നപ്പോൾ നീ എന്തൊക്കെയോ എന്നോട് പറഞ്ഞാലോ? എന്തായിരുന്നു അത്? കണ്ണു ആലോചിക്കുന്നത് പോലെ നിന്നു. എന്റെ മഹാദേവാ, ഞാൻ പെട്ട്. ഈ കാലന്റെ കയ്യിൽ നിന്ന് നീ തന്നെ എന്നെ രക്ഷിക്കണേ. അച്ചു അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. എന്താടി ഉണ്ടാക്കണേ പെറുപെറുക്കുന്നേ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഉടനെ അച്ചു ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? കണ്ണൻ ശബ്ദം ഉയർത്തിയതും അച്ചു ഒന്ന് വിരണ്ടു. നീ എന്തുവാന്ന് പറഞ്ഞത്? എന്നെ നീ കെട്ടിക്കൊള്ളാന്ന് അല്ലേ? അല്ലേ എന്റെ സ്വഭാവം കൊണ്ട് ബാക്കി പെമ്പിള്ളയുടെ ജീവിതം പോകുന്നു അല്ലേ? കൊള്ളാം മോളുടെ ആഗ്രഹം. ഈ നന്ദനത്തെ കൃഷ്ണനായുടെ ഇളയ മകനെ മോഹിക്കാൻ നിനക്ക് എന്ത് അർഹതയാണ് ഉള്ളത്? കണ്ണൻ പെട്ടെന്ന് ചെന്ന് അച്ഛന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു. നിന്നെപ്പോലെ ആരും ഇല്ലാത്തവളെ കെട്ടേണ്ട ഗതികേടൊന്നും ഈ നന്ദനത്തെ ആരവനില്ല. കണ്ണൻ പല്ലു കടിച്ച് പിടിച്ചോണ്ട് പറഞ്ഞു. അച്ചു അവളുടെ കഴുത്തിലെ അവന്റെ പിടി വിടുവിക്കാൻ ആവുന്നത്ര നോക്കുന്നുണ്ട്. നീ എന്റെ പെങ്ങളെ ഏട്ടനെ അച്ഛനെയും അമ്മയും മാമയും ഒക്കെ നിന്റെ വലയിലാക്കിയതുപോലെ എന്നെ ആക്കാന്ന് നീ കരുതണ്ട. അത് നടക്കാൻ പോകുന്നില്ല.
നിന്റെ കള്ളക്കണ്ണുനീര് കാണിച്ച് അവരെയൊക്കെ പറ്റിക്കുന്ന കണക്ക് എന്നെ പറ്റിക്കാന്ന് നീ കരുതണ്ട. ഇപ്പൊ എന്താ സുഖം? 3 നേരം ആഹാരം, വസ്ത്രം, പിന്നെ പഠിക്കാൻ വേറെ വഴിയൊന്നും നോക്കേണ്ടല്ലോ. സുഖമല്ലേ ജീവിതം? പിന്നെ അച്ഛനെ അമ്മയെ സോപ്പിട്ട് ആരുവിന് വാങ്ങിയതുപോലെ കുറെ സ്വർണ്ണം ഒപ്പിച്ചെടുത്തു കള്ളി. ഇനി അതും എടുത്തോണ്ട് മൂന്നത് എന്നാടി? അവളുടെ കഴുത്തിൽ ഒന്നുകൂടെ പിടിമുറുക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു. അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ 1000 കാരമുള്ള കുത്തിയിറക്കുന്നത് പോലെ തോന്നിയ അച്ചുവിന്. താൻ വേറെ ഒന്നും ഇവരിൽ നിന്ന് ആഗ്രഹിച്ചിട്ടില്ല. കണ്ണേട്ടനെ കല്യാണം കഴിക്കണം എന്ന് ചിന്തിച്ചത് തന്നെ ലക്ഷ്മിയമ്മയെ പോലെ ഒരു അമ്മയെയും, കൃഷ്ണച്ചനെ പോലെ വാസുവച്ചനെ പോലെ 2 അച്ഛന്മാരെയും, അപ്പുവേട്ടനെയും മഹിയേട്ടനെയും പോലെ 2 ഏട്ടനെയും, ആരുവിനെയും ദേയം പോലെ 2 സഹോദരങ്ങളെയും കിട്ടാനല്ലേ. അല്ലാതെ ആരുടെയും ഒന്നും താൻ മോഹിച്ചിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും പകരം എനിക്ക് ദൈവം തന്ന അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെയാ ലക്ഷ്മിയമ്മയും കൃഷ്ണച്ചനും അപ്പുവേട്ടനും ഒക്കെ. അപ്പൊ കണ്ണേട്ടൻ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അച്ചുവിന് കണ്ണൻ തന്നെ കഴുത്തി പിടിച്ചിരിക്കുന്നതിനെക്കാട്ടും വേദന ഹൃദയത്തിന് തോന്നി. ഞാൻ മോഹിച്ചത് തെറ്റായിപ്പോയി, വലിയ തെറ്റ്. തന്നെ പോലെ ഒരാൾക്ക് ഈ വീട്ടിൽ കയറാൻ പോലും അവകാശമില്ല. കണ്ണൻ അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് കഴുത്തിലെ കൈ അയച്ചു. അച്ചു അവന്റെ കൈ തന്റെ കഴുത്തിൽ നിന്ന് മാറിയത് താഴേക്ക് ഊർന്നിരുന്നു. അവള് ശ്വാസം ആഞ്ഞു വലിച്ചു. പിന്നെ നെഞ്ചി തടവിക്കൊണ്ട് കണ്ണനെ നോക്കി. അവൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. എഴുന്നേറ്റ് പോടി, ഇത് ചെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞ അന്നേരം നീ എന്റെ തനിക്കോണം കാണും. നിനക്കല്ല, എന്റെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു മുഖമുണ്ട് എനിക്ക്. അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അവനൊരു വാണിംഗ് പോലെ പറഞ്ഞിട്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നു. അല്ല, നിനക്ക് നാണയില്ലേ വല്ലവരുടെയും വീട്ടിൽ വന്ന് ഉണ്ടും ഉറങ്ങിയും ജീവിക്കാൻ? ഇതിനും ഭേദം വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ? അവനൊരു വഷളച്ചിരിയോടെ അച്ചുവിനെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ചു അവനൊന്ന് തുറച്ചു നോക്കി. പിന്നെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. നിങ്ങൾ പറഞ്ഞതിന് ഒന്നും എനിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. ഇവിടത്തെ അച്ഛനെയും അമ്മയും ഏട്ടനെ ഓർത്താ. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ അച്ഛനെയും അമ്മയും പിന്നെ ഇവിടെ ഉള്ളവരെയൊക്കെ ഇഷ്ടമായത് കൊണ്ടാ. പിന്നെ ഇയാൾ പറഞ്ഞല്ലോ ഞാൻ അനാഥയാണെന്ന്. ശരിയാ, ഞാൻ അനാഥയാണ്. എന്റെ അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷെ എനിക്ക് അവരെയൊക്കെ വില അറിയാം. നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ ഒരവകാശവും ഇല്ല. നിങ്ങൾക്ക് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണെന്ന് അറിയുമോ? നിങ്ങളൊരു മനുഷ്യനല്ല. നിങ്ങൾക്ക് സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ അറിയില്ല. നിങ്ങൾ സ്വന്തം അച്ഛനെ, അമ്മയെ, ഏട്ടനെ, അനിയത്തെ ഒന്നും സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എല്ലാവരെയും സ്നേഹിക്കുന്നത് നിങ്ങൾ അഭിനയിക്കുക. അതുപോലെയാണ് ഈ അശ്വതി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ഇവിടെ ഉള്ളവരെ ഓർത്താ ഞാൻ തന്റെ മുഖത്ത് കൈവയ്ക്കാത്തത്. എനിക്കൊരു കാര്യത്തിലേ സംശയമുള്ളൂ. ആ നല്ലവരായ അച്ഛന്റെ അമ്മയ്ക്ക് എങ്ങനെ നിങ്ങളെപ്പോലെ ഒരു മകനുണ്ടായി എന്ന്. അല്ലേലും കാണും നല്ല കുടുംബത്തിൽ ചീത്തപ്പേര് കളിപ്പിക്കുക ഇതുപോലെ ഓരോന്ന്. അച്ചു വെറുപ്പോടെ കണ്ണനെ നോക്കി പറഞ്ഞിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. കണ്ണ അച്ചു പറഞ്ഞ മൊത്തം കേട്ട് ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കയറി കിടന്നു. നീ നല്ല കുട്ടിയാ അച്ചു, നിനക്ക് ഞാൻ ചേരില്ല. നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയമാണ് പെണ്ണെ വേദനിച്ചത്. ഒരുപാട് വൃത്തികേട് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഞാനിപ്പോ പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷെ അവന്മാര് എന്നെ വെറുതെ വിടുമെന്ന് തോന്നില്ല. ഞാനായിട്ട് നിനക്ക് മോഹം തന്ന നീ ഒരുപാട് വേദനിക്കേണ്ടി വരും. നീ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക്. നിനക്ക് നല്ലൊരു ചെറുക്കനെ അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ കണ്ടുപിടിച്ചു തരും. കണ്ണന്റെ മനസ്സിൽ താൻ പറയുന്നതൊക്കെ കേട്ട് കണ്ണീരോടെ നിൽക്കുന്ന അച്ചുവിന്റെ മുഖം തെളിഞ്ഞു വന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് പില്ലോയിലേക്ക് മുഖം പൂഴ്ത്തി. ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്.